ഇനി എന്താണ് അടുത്ത 2-3 മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയില്ല. എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇനി മാർക്കറ്റിൽ എത്ര പേരുണ്ടാവും, ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് എല്ലാവരും ഒരു പാനിക് സിറ്റുവേഷനാണ്. നമ്മളും അങ്ങനെയായിരുന്നു. നമ്മൾ ഇതുവരെ കാണാത്തൊരു സാഹചര്യം. അന്ന് ഗ്രാറ്റിസ് ഞാനിപ്പം ആസ് എ ചെയർമാൻ ഞാൻ അന്ന് എടുത്തൊരു തീരുമാനം, നമ്മുടെ ബാങ്കിൽ ലയബിലിറ്റി ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ മൊത്തം ഫണ്ട് ഉപയോഗിച്ച് ബാങ്കിൻ്റെ ലയബിലിറ്റി ക്ലോസ് ചെയ്തു. ആദ്യം ചെയ്തതാണ്. പിന്നീട് ഞാൻ ചിന്തിച്ച ഒരു സബ്ജക്റ്റ്, ഇനി വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്താണ് അടുത്ത 2-3 മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയില്ല. എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇനി മാർക്കറ്റിൽ എത്ര പേരുണ്ടാവും, ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. നമുക്കൊന്നും അറിയില്ല. ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം നമ്മളിങ്ങനെ നോക്കിക്കാണായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ആദ്യം ചെയ്തത് ഞാൻ ഈ മാക്സിമം ഫണ്ട് യൂട്ടിലൈസ് ചെയ്തു. വേറെ ബിസിനസ്സിനെ കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ല. ആദ്യം ലയബിലിറ്റി ക്ലോസ് ചെയ്തത് എന്താ ഗുണം നമ്മളെ സംബന്ധിച്ചിടത്തോളം, പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഫണ്ട് മതി. കാരണം ഒരു മനുഷ്യന് ജീവിക്കാൻ എന്ത് വേണം, ഒരു താമസിക്കാൻ വീട് വേണം, കഴിക്കാൻ ഭക്ഷണം വേണം. ഇത്രയും എന്തായാലും കയ്യിലുണ്ട്. നമുക്ക് വേറൊരാൾക്ക് പൈസ കൊടുക്കാനൊന്നുമില്ലെങ്കിൽ ടെൻഷനുമില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇതിൻ്റെ ഏറ്റവും വേസ്റ്റ് കണ്ടീഷൻ ചിന്തിച്ച് അവിടെ നിന്ന് പിന്നെ നെക്സ്റ്റ് ലെവലിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി.